വർഷങ്ങളായി നമ്മൾ മുഹറം 1 അന്ന് നമ്മൾ പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് അത് എഴുതി സൂക്ഷിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇത് എഴുതുമ്പോൾ ദുബൈയിൽ നിന്നാണ് എഴുതിയത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അത് നമ്മൾ എഴുതി പേഴ്സിൽ വെച്ചപ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അത് ചെയ്തു നോക്കിയവർക്കൊക്കെ അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ മുഹറത്തിൻ്റെ ദിവസത്തിലും 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ആയത്ത് ഈ എഴുതി വെക്കൽ കൊണ്ട് വലിയ ഗുണം നമുക്കുണ്ടാവും. പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. പുതിയൊരു വർഷം ആരംഭിക്കുമ്പം കൂടുതൽ നന്മകൾ ചെയ്യാൻ വേണ്ടി നാം തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിൽ ചില പദ്ധതികളും ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. ഒന്ന്, ആരാധനയുടെ വിഷയത്തിൽ കുറേ കൂടി നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മനസ്സിൽ അതിയായി ആഗ്രഹിച്ച് അതിനു വേണ്ടി തയ്യാറാവുക. പുതിയൊരു വർഷം വരുമ്പോൾ നമ്മൾ പല പദ്ധതികൾ വിടാറുണ്ട്. ഇന്ന് മുതൽ എൻ്റെ ആരോഗ്യം ഞാൻ നോക്കും. പരിശുദ്ധമായ മതം ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിലേ ആരാധനകൾ നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ നമ്മുടെ വീട്ടുകാരെയും കുടുംബങ്ങളെയും നല്ല രൂപത്തിൽ നോക്കാൻ പറ്റുകയുള്ളൂ. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ സേവന പ്രവർത്തനങ്ങൾക്കും സാന്ത്വന പ്രവർത്തനങ്ങൾക്കും ഇറങ്ങാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പുതിയ വർഷത്തിൽ നിന്ന് കൃത്യമായി നാം ചെയ്തിരിക്കണം. വ്യായാമം, അതുപോലെ നല്ല ഭക്ഷണം, നമ്മുടെ നല്ല വിശ്രമം, ഇതൊക്കെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ തയ്യാറാക്കി ബോധപൂർവം ഈ ഒരു പുതിയ മുഹറത്തിൻ്റെ വർഷം ആരംഭിക്കുമ്പോൾ എന്നിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും. അതുപോലെ കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുക. ധാരാളം ദിക്റുകളും സലാത്തുകളൊക്കെ ചെല്ലുക. മുമ്പത്തെ അപേക്ഷിച്ച് ധാരാളം ദിക്റുകളും സലാത്തുകളൊക്കെ ചെല്ലാൻ പുതിയ കാലത്ത് എല്ലാ സംവിധാനമുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമുക്ക് ദിക്റുകൾ കാണാനും കേൾക്കാനും ചെല്ലാനും പഠിക്കാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ലഭ്യമല്ലാത്ത, നമുക്ക് അത്ര തന്നെ പെട്ടെന്ന് കിട്ടാത്ത കിതാബുകളൊക്കെ കിട്ടുകയും അതിലുള്ള ബൈത്തുകളും മദ്ഹുകളും അതുപോലെ ദിക്റുകളും ദുആ ഒക്കെ ചെല്ലാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിൽ ഓരോ മാസവും പുതുതായി കുറച്ച് ദിക്റും സ്വലാത്തും ദുആകളൊക്കെ നമ്മൾ പഠിക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നലെ ജീവിച്ചതിനേക്കാൾ മെച്ചമായ നല്ലൊരു ജീവിതം ഇന്നത്തെ ദിവസം കെട്ടിപ്പടുത്താൻ സാധിക്കും. അങ്ങനെ ഓരോ ദിവസവും കഴിയുമ്പോഴും വലിയ വലിയ ആത്മീയമായ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയും. മാനസികമായി സന്തോഷം ലഭിക്കാൻ അത് കാരണമാകും. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, മനസ്സിൻ്റെ സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പം നമുക്ക് സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ദിക്റുകൾ ചെല്ലുക, പരിശുദ്ധമായ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുകൾ ചെല്ലുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഇതൊക്കെ നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കാൻ കാരണമാവും. അപ്പോൾ ഈ പരിശുദ്ധമായ ഒരു പുതിയൊരു വർഷം കടന്നു വരുമ്പം ഇത്തരത്തിൽ നമ്മൾ ക്രമീകരിക്കുകയും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ മേഖലകളിലേക്കും സേവന പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും നടത്താൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടുകാർ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, അവരെയൊക്കെ ഒന്ന് കാണുകയും അവരോടൊക്കെ സന്തോഷം പങ്കിടുകയും ചെയ്യണം. പരിശുദ്ധമായ മുഹറത്തിൻ്റെ ദിവസങ്ങളിൽ ആശംസകൾ കൈമാറി, പ്രാർത്ഥന കൊണ്ടുള്ള ആശംസകൾ കൈമാറാറുണ്ട്. ഇതൊക്കെ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹത്തുക്കളും പഠിപ്പിച്ചു തന്ന നല്ല സുഹൃതങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നന്മകൾ പ്രവർത്തിക്കാൻ കഴിയും. എല്ലാ മേഖലയിലും അള്ളാഹു നമുക്ക് ഉയർച്ച തരാനും കാരണമാകും. അതുകൊണ്ട് പരിശുദ്ധമായി മുഹറത്തിൻ്റെ അന്ന് 113 പ്രാവശ്യം നമ്മൾ ഈ ബിസ്മി ഈ രൂപത്തിൽ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം വലുതാണ്. അതുപോലെ 360 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ വലിയ കാവല് കിട്ടും. വലിയ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് എല്ലാം അള്ളാഹു നമുക്ക് രക്ഷപ്പെടുത്താൻ അത് കാരണമാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ ഗുണമുള്ള കാര്യമാണ്. ഇപ്പോൾ ശൈത്താനിയത്തിൻ്റെയും അതുപോലെ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ട്, സിഹറിൻ്റെ ബുദ്ധിമുട്ട്, അതുപോലെ മറ്റ് ശാരീരികമായ മാനസികമായ വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം
ആയത്തുൽ കുർസി ഓതുന്നത് കൊണ്ട് മാറിക്കിട്ടും. നമുക്കറിയാം, ഒരു 18 പ്രാവശ്യം ആയത്തുൽ കുർസി ജീവിതത്തിൽ പതിവാക്കി വന്നാൽ തന്നെ അത്തരത്തിലുള്ള ഷെറുകളും മാറും, ക്ഷീണങ്ങളും തളർച്ചകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ കാരണമാവും. അപ്പോൾ നമ്മൾ 360 പ്രാവശ്യം പരിശുദ്ധമായ ആയത്തുൽ കുർസി ഓതാൻ പറ്റിയാൽ ഈ ഒരു വർഷം മുഴുവൻ നമ്മൾ പ്രയാസപ്പെടുത്തുന്ന, നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന ഒരു വർത്തമാനമോ ഒരു സാഹചര്യമോ നമുക്കുണ്ടാവാതെ അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ കാരണമാകും. അള്ളാഹു നമുക്ക് ഹൈറ് തരുമാറാവട്ടെ. ഈ വർഷത്തിൽ കൂടുതൽ നന്മകൾ ചെയ്ത് സുഹൃതങ്ങൾ ചെയ്ത് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബങ്ങളൊക്കെ പരസ്പരം ഐക്യത്തിലും യോജിപ്പിലാണ്. പിണക്കങ്ങളൊക്കെ മാറ്റണം, നല്ല സ്നേഹത്തോടെ പെരുമാറണം. കൂട്ടുകുടുംബങ്ങളുമൊക്കെയായി നന്നായി സഹകരിച്ച് നന്നായി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ സൂറത്തുൽ മുൽക്ക് ഈ ദിവസത്തിൽ ഓതൽ വലിയ മഹത്വമുള്ള കാര്യമാണ്. സൂറത്തുൽ മുൽക്ക് ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ ഖബറിൻ്റെ അദാബിൽ നിന്ന്, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷം ഞാൻ പുതുതായി കൂടുതൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുമെന്ന് കൃത്യമായി തീരുമാനിക്കാം. അങ്ങനെ നന്മകൾ ചെയ്യാൻ വേണ്ടി മനസ്സ് പാകപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ ചില ലക്ഷ്യങ്ങൾ വെക്കണം. ഇപ്പോൾ ഹജ്ജ് ചെയ്യാത്തവരുണ്ടാവും, ഉംറയ്ക്ക് പോകാത്തവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് എനിക്ക് ഈ വർഷം ഹജ്ജിന് പോകാനുള്ള തൗഫീക്ക് കിട്ടണമെന്ന് ഒന്ന് എഴുതി വെച്ചിട്ട് അതിനു വേണ്ടി ഒന്ന് ദുആ ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ അള്ളാഹു അതിനുള്ള വഴിയും സാഹചര്യം എളുപ്പമാക്കി തരും. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാത്തതും എന്നാൽ അത്യാവശ്യമായി വേണ്ടതും ചില കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി മനസ്സിൽ നിയത്ത് ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വേണ്ട സാഹചര്യങ്ങളും അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും സർവാധിനാഥനായ റബ്ബ് ഒരുക്കിത്തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കൃത്യമായി ചില കാര്യങ്ങൾ പദ്ധതികൾ എഴുതി തയ്യാറാക്കി എനിക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷം ഇതെല്ലാം എനിക്ക് സാധിച്ചു കിട്ടണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുക. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും എല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. കൂടുതൽ സുഹൃതങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്ത് നമുക്ക് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ. നമുക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെ ധാരാളം നന്മകൾ ചെയ്യാൻ പറ്റും. കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കുക, അത് തന്നെ ജമാഅത്തായി നിർവഹിക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചെല്ലുക, സ്വലാത്തുകൾ ചെല്ലുക. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നമ്മുടെ ഇർശാദിയയിൽ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പ്രഭാത സമയത്ത് ചെല്ലുകയാണ്. കഴിഞ്ഞൊരു ദിവസം ജീവിക്കാൻ അവസരം തന്ന റബ്ബിനെ സ്തുതിക്കുകയാണ്. തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പവിത്രധന്യമായ പരിശുദ്ധമായ സുന്ദരമായ നാമങ്ങൾ നമ്മൾ ചെല്ലുന്നു. അതോടൊപ്പം തന്നെ മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങളും ചൊല്ലി അതൊക്കെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. സാധാരണ പോലെയല്ല, ധാരാളം മുത്തഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളും ഉസ്താദന്മാരും എല്ലാം യതീമായ മക്കൾ ഉൾപ്പെടെ അതിൽ ആമീൻ പറയുമ്പോൾ നമ്മുടെ പ്രയാസവും വിഷമമൊക്കെ മാറും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ദുആ ചെയ്യണം. നമ്മുടെ പ്രയാസം മാറാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ദുആ ചെയ്യാൻ കടമപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി നാം ദുആ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും റബ്ബ് സ്വീകരിക്കാൻ കാരണമാകും. അള്ളാഹു കൂടുതൽ ഹൈറ് ചെയ്യാനുള്ള തൗഫീക്ക് തരുമാറാവട്ടെ. എല്ലാ ഷർറുകളും അള്ളാഹു തആല മാറ്റി തരുമാറാവട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ മുഹറത്തിൻ്റെ പവിത്രധന്യമായ ദിവസങ്ങളിൽ കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. ഈ ദിവസങ്ങളിൽ നോമ്പിന് വലിയ മഹത്വമുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. ആ പുണ്യങ്ങളൊക്കെ അത് കൂടുതൽ കരഗതമാക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒരു നോമ്പിന് 30 ദിവസത്തെ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതിനൊക്കെ വേണ്ടി ഒന്ന് പരിശ്രമിക്കാം. കഴിയുന്നവരൊക്കെ ആരോഗ്യവും സാഹചര്യങ്ങളൊക്കെ ഉള്ളവർ ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ നോമ്പുകളൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം അമ്പിയാക്കന്മാർ, ധാരാളം മഹാന്മാരെ വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം വിഷമങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളും വിഷമവും പ്രയാസവും എല്ലാം ഈ മാസത്തിൽ നമുക്ക് റബ്ബിനോട് കരമുയർത്തി പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ വിഷമങ്ങൾ മാറ്റി തരുമാറാവട്ടെ. അള്ളാഹുവേ, ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ കൂടുതൽ സുഹൃതങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്ത്
കൂടുതൽ നല്ല പ്രവർത്തനങ്ങളുമായി സജീവമാവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, ദോഷങ്ങൾ എല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. കൂടുതൽ നന്മകൾ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിൽ, ജോലിയിൽ, ബിസിനസ്സുകളിൽ, ഇടപാടുകളിലൊക്കെ നീ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പരിശുദ്ധമായ സൂറത്തുകളും അദ്കാറുകളും ദിക്റുകളും സലാത്തുകളൊക്കെ കൂടുതൽ ചൊല്ലി വിജയിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന പലരും മരണപ്പെട്ട ഖബറിലാണ്. അല്ലാഹു നീ അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. എല്ലാ ദിവസവും ഞങ്ങളോടൊപ്പം മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ദിക്റുകൾ സലാത്തുകൾ ചൊല്ലുന്നവർ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുത്ത് മർഹമത്ത് നൽകി അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ ഖൈറിൻ്റെ കവാടങ്ങളും നീ തുറന്നു തരണേ അല്ലാ. ഈ പരിശുദ്ധമായ വർഷത്തിൽ മുഴുവൻ എല്ലാ നന്മകളും ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ള എല്ലാ സദുദ്ദേശങ്ങളും മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ ദിവസവും ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്, വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിക്കുന്നവർ, എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഈ പരിശുദ്ധമായ വർഷത്തിൽ കൂടുതൽ നന്മകൾ ചെയ്ത് വിജയിക്കുന്നവരിൽ അല്ലാഹു ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ.